ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് റാഗി വെച്ചിട്ട് ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പഞ്ഞിപ്പുല്ല് ആദ്യം കുതിർക്കാൻ വെക്കണം. ഞാനിതുപോലെ രാവിലെയാണ് കുതിർക്കാൻ വെച്ചത്. ഇതിന് പഞ്ഞിപ്പുല്ലെന്നും പറയും, റാഗി എന്നും പറയും. കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കാം. രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരമാണ് അരച്ചെടുക്കുന്നത്. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കണം. എന്നിട്ടതൊന്ന് അരിച്ചെടുക്കണം. ഫുള്ള് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നാലേ അതിനകത്ത് ഈ പഞ്ഞിപ്പുല്ലിൻ്റെ ആ ചുവന്ന തരികളൊക്കെ മാറത്തുള്ളൂ. അതിൻ്റെ പാല് നല്ലതായിട്ട് അരിച്ചെടുത്ത് എന്നിട്ട് ശർക്കരയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ശർക്കര ഇട്ടിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് അതൊന്ന് മെൽറ്റാക്കി അരിച്ചെടുക്കണം. അരിച്ചൊഴിച്ച് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട്, നോൺ സ്റ്റിക്കിൻ്റെ ആയാലോ കട്ടിയുള്ള ചീനിച്ചട്ടി എന്തെങ്കിലും ആയാലും മതി, അതൊന്ന് ഒഴിച്ച് അതിൻ്റെ ശർക്കര ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ അരിച്ച് വെച്ചേക്കുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് അത് കുറുകി വരണം. റാഗി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇത് കുറുകി വരാൻ താമസമേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ താമസം എടുക്കും. കുറച്ച് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളകി വരണം. ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ഏകദേശം വിട്ട് വരാറൊക്കെ ആയി വരുന്നു. വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇത് സെറ്റാക്കാൻ വെക്കുന്നൊരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് തടവി നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ആ പാത്രത്തിൽ ഒന്ന് വിട്ട് വരുന്നിടം വരെ ഇളക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കണം. നെയ്യ് തടവിയ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ടങ്ങ് പരന്നു കൊടുക്കും. എന്നിട്ടൊരു 2-3 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഏതാണ് സെറ്റായിട്ടുണ്ട് റാഗി ഹൽവ. ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഹെൽത്തിയാണ്. ഇത് വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അത്